ഗൈസ് അങ്ങനെ നമ്മുടെ കുറച്ച് പണികളും കൂടെ ചെയ്തു. നമ്മൾ ഈ ടയറുണ്ടല്ലോ, ഈ ടയർ ഇങ്ങനെയായിരുന്നു. അതായത് നെഗറ്റീവ് ക്യാമ്പർ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും അലൈൻമെൻറ്റ് കിട്ടലില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട് ഏറെക്കുറെ. അതായത് പോസിറ്റീവ് ക്യാമ്പറിങ്ങിലേക്കുള്ള സീറോ ക്യാമ്പറിങ്ങിലേക്ക് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ വർക്കും കൂടെ എടുപ്പിച്ചു. അപ്പോൾ സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ബെൻഡിക്സ് മാറി. അതിനൊരു സൗണ്ട് വരുന്നുണ്ടായിരുന്നു, ടക്ക് സൗണ്ട്. ആ ബെൻഡിക്സ് പോയതായിരുന്നു. അപ്പോൾ അതും കൂടെ മാറി. അപ്പോൾ ഇപ്പോഴുള്ള സ്റ്റാർട്ടിങ് നമുക്ക് നോക്കാം. ഇതാണ് 3 ലിറ്ററിൻ്റെ സ്റ്റാർട്ടിങ് മോട്ടർ. പടാ സാധനമാണ്. ഈ കാണുന്നതാണ് കേട്ടോ ബെൻഡിക്സ്. ഇതാണ് നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാറിയ ശേഷമുള്ള ഫീഡ്ബാക്ക് നമുക്ക് നോക്കാം. ബിസ്മില്ലാ. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ്. ഇപ്പോൾ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. മാഷാ അല്ലാ. അടിക്കുവാണെങ്കിൽ ഒന്നുകൂടെ. ഫസ്റ്റ് അടിയിൽ കുറച്ചൊരു 3 അടിയൊക്കെ പോകും. അപ്പോൾ ഇതിനായ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. സ്റ്റാർട്ടിങ് മോട്ടർ ഫുള്ള് റിപ്പയർ ചെയ്യാൻ നമുക്കായത് 1800 രൂപയാണ്. അതിൻ്റെ ബെൻഡിക്സ് മാറാനായ റേറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ സ്ഥലത്ത് ഇതിനെത്ര പൈസയാണ്, കൂടുതലുണ്ടോ കുറവാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് എനിക്കായത് 1800 രൂപയാണ്. അത് ഇലക്ട്രീഷ്യൻ്റെ ചാർജ് മാത്രമാണ് കേട്ടോ. ഇത് അഴിക്കാനും ഫിറ്റ് ചെയ്യാനും വേറെ വർക്ക്ഷോപ്പിലാണ് പോയത്. മറ്റേ 2 ഡൈക്കോർ പോലെ ഇത് അഴിക്കാൻ എളുപ്പമല്ല. ഇതിൻ്റെ ഈ സൈഡ് അടിയിലാണ് വരുന്നത്. 2 ഡൈക്കോറിൻ്റെ ഇവിടെയാണ് വരുന്നത്, ഏകദേശം ഡ്രൈവർ സൈഡ് സ്റ്റിയറിങ്ങിൻ്റെ തൊട്ട് താഴെ. അത് കുറച്ചുകൂടി എളുപ്പമുണ്ട് അടിക്കാൻ. മറ്റത് കുറച്ച് ഉള്ളിലോട്ടാണ്, ഭയങ്കര റിസ്ക്കാണ് അത് അഴിക്കാൻ. അതിന് എനിക്ക് 300 രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2100 രൂപയാണ് സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ ഫുൾ വർക്കിന് എനിക്ക് പോയത്. പിന്നെ നമ്മളെ വീൽ ക്യാമ്പറിങ്ങിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു. അത് ഈസി ടാസ്ക് അല്ലായിരുന്നു. കുറച്ച് കട്ടിങ്ങും പിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. അതിന് നമുക്ക് ചിലവായത് 200 രൂപ. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ ചാർജസ് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒന്ന് ഒരു ഓർമ്മ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മളോട് മറന്നു എത്ര പൈസയൊക്കെ ആയിരുന്നു അതിനൊക്കെ ആയത് എന്നുള്ളത്. അപ്പോൾ ശരി, ഇതാണ് ഇന്നത്തെ വീഡിയോ.